ഇവിടെ വയലാറിൽ ഈ കാണുന്നതാണ് വയലാർ രക്തസാക്ഷി മണ്ഡപം. ഞാൻ ആലപ്പുഴ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു കടയിൽ ചായ കുടിക്കാൻ നിർത്തി. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, ഈ സ്ഥലത്ത് എവിടെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ചേട്ടൻ സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് എൻ്റെ പിന്നിൽ കാണുന്ന വയലാർ രക്തസാക്ഷി സ്മാരക മന്ദിരം. ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റാച്യു കാണാൻ കഴിയുന്നില്ലേ? ശരിക്കും 1946 ഒക്ടോബർ 20 മുതൽ 27 വരെയാണ് ഈ പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത്. കർഷക സമരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമായ ഒക്ടോബർ 27 ഇവിടെ വെച്ചാണ് സർ CPയുടെ പട്ടാളവുമായിട്ട് കർഷക സമരസേനകൾ സമരം ചെയ്ത് അല്ലെങ്കിൽ ഒരു യുദ്ധം പോലെ ഉണ്ടായത്. സർ CPയുടെ പട്ടാളത്തിന് തോക്കുകളും കർഷക സമരസേനാനികൾക്ക് ഈ പറഞ്ഞ വാരിക്കുന്തവുമായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ അന്ത്യം വളരെ വേദനാജനകമായിരുന്നു. ഏകദേശം 100-ലധികം ആൾക്കാർ, കണക്ക് കറക്റ്റാണെന്ന് എനിക്കറിയില്ല, ഇവിടെ മരിച്ചു വീണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്ലോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുളത്തിലാണ് അവരെയെല്ലാം അടക്കി മണ്ണിട്ട് മൂടി എന്നാണ് പറയപ്പെടുന്നത്. ഇത് അവിടെയാണ് ആ കുളം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. 1957 ഒക്ടോബർ 27 ഇതിൻ്റെ ശിലാസ്ഥാപനം നടന്നത്. EMS ആണ് ശിലാസ്ഥാപനം നടത്തിയത്. സഖാവ് EMS തന്നെയാണ് 1994 ഒക്ടോബർ 27 ഇതിൻ്റെ ഉദ്ഘാടനം കഴിച്ചത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു വന്ന വെടികൊണ്ട തെങ്ങൊന്നും കാണാൻ കഴിയുന്നില്ല. അതിവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി എന്നാണ് ഞാൻ ഇവിടുത്തെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ആ കാണുന്ന സ്റ്റാച്യു, പിന്നെ ഇവിടെ വലിയൊരു ആൽമരം കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതിന് പിന്നിലായിട്ടൊരു രക്തസാക്ഷി വാരാചരണ കമ്മിറ്റി ഓഫീസും ഉണ്ട്. ഇത്രയാണ് ഇവിടെയുള്ള സ്ഥലം. എല്ലാ വർഷവും ഒക്ടോബർ 27 ഇവിടുത്തെ രക്തസാക്ഷി സ്മാരക ദിനമായിട്ട് ആഘോഷിക്കാറുള്ളത്. അന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ സ്പേസ് വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.